മറ്റൊരു സമയത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കെ.പി.സി.സി. പ്രതിസന്ധിയാണ് ഇത്തവണ കോൺഗ്രസ് നേതൃത്വം അനുഭവിച്ചത്. ഇതുവരെയുള്ള കെ.പി.സി.സി. അധ്യക്ഷന്മാരെ വച്ച് ഏറ്റവും ചൂടനായ കെ. സുധാകരൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് പാർട്ടിയുടെ മുഖമായിരുന്നു. സുധാകരൻ വന്നതിന് ശേഷമാണ്, അതായത് കെ.പി.സി.സി. പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കോൺഗ്രസിന് ഊർജ്ജസ്വലത ഉണ്ടായത് എന്ന് കരുതിയവർ പോലും പാർട്ടി അണികളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കെ. സുധാകരനെ മാറ്റണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഹൈക്കമാൻഡ് ആദ്യമൊന്ന് പേടിച്ചത്. സുധാകരനെ പോലുള്ള ഒരു വ്യക്തിയെ തൽസ്ഥാനത്തു നിന്നും മാറ്റിയാൽ, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവ നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പുള്ളിക്കാരനെ കെ.പി.സി.സി. പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റിയാൽ എന്തുമാത്രം ഭവിഷ്യത്ത് ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡിനെ ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ തനിക്ക് കഴിയില്ല എന്ന് വി.ഡി. സതീശൻ പറഞ്ഞതായാണ് സൂചനകൾ പുറത്തു വരുന്നത്. വി.ഡി. സതീശനൊപ്പം യുവ എം.എൽ.എമാരും ചേർന്ന് നിൽക്കുമ്പോൾ ഹൈക്കമാൻഡിന് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ ഇപ്പോഴത്തെ പാർട്ടിയുടെ സാഹചര്യവും സാധ്യതയും അറിയുന്നതിനായി ഒരു രഹസ്യ സർവേ നടത്തിയത്. ഒരു സ്വകാര്യ ഏജൻസിയായിരുന്നു ഈ രഹസ്യ സർവേ നടത്തിയത് എന്നാണ് കേരള ശബ്ദം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ രഹസ്യ സർവേയിലൂടെ പുറത്തുവന്ന വിവരങ്ങൾ കോൺഗ്രസിനെയും ഘടകകക്ഷികളെയും അടിമുടി ഉലയ്ക്കുന്നതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് വിവരം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനമായിരിക്കും അവർ നേരിടാൻ പോകുന്നത് എന്ന ഫലമാണ് ഈ സർവേയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അവരെ ഭയപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ്. തുടർച്ചയായി മൂന്നാം തവണയും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നുള്ള ഭയം. LDFന് മൂന്നാം തവണയും തുടർഭരണം ലഭിക്കുമെന്നും സംസ്ഥാനത്തെ 3 ജില്ലകളിൽ കോൺഗ്രസ് വലിയ തകർച്ച അനുഭവിക്കും എന്നുമുള്ള വിവരങ്ങളാണ് ഈ സർവേ ഫലത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BJPയുടെ വളർച്ച അതിവേഗത്തിലാകുമെന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിനെയും LDFന് നേതൃത്വം നൽകുന്ന CPMനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണിത്. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സംഭവം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കോൺഗ്രസിനെയാകും. കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ഫലങ്ങൾ എടുത്തു നോക്കിയാൽ നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് വർദ്ധിക്കുന്നതും അതേ അനുപാതത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് കുറയുന്നതും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസിനെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. പുതിയ കെ.പി.സി.സി. അധ്യക്ഷനെ തിരഞ്ഞെടുത്തതോടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ മുറുക്കി നിർത്തിയിരുന്ന ആണികളൊക്കെ അയഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിന് സമ്മാനിക്കുന്നത്. മാത്രമല്ല, സർവേ റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാന വിവരം സംസ്ഥാനത്തെ 3 ജില്ലകളിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്നാണ്. നമ്മുടെ തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഭീഷണി നിലനിൽക്കുന്നത് എന്നാണ് സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ കോവളം ഒഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളിലും LDF ആയിരുന്നു വിജയിച്ചത്. ഇതിൽ ജില്ലയിലെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിൽ UDF 3-ാം സ്ഥാനത്താവുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ഈ പറയുന്ന പല മണ്ഡലങ്ങളിലും കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടത്തി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും 3-ാം സ്ഥാനത്താകേണ്ടി വരില്ലായിരുന്നു എന്ന അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള മത്സരം നടന്ന മണ്ഡലമായ കഴക്കൂട്ടത്ത് CPM സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ കടകംപള്ളി സുരേന്ദ്രനും BJPയിലെ ശോഭാ സുരേന്ദ്രനും ഏറ്റുമുട്ടിയപ്പോൾ കോൺഗ്രസിനു വേണ്ടി രംഗത്തിറങ്ങിയത് പുതുമുഖമായ SS ലാലായിരുന്നു. UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നാൽ SS ലാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയാകും എന്ന വിശേഷണത്തോടെയാണ് കോൺഗ്രസ് കഴക്കൂട്ടത്ത് പ്രചരണം നടത്തിയത്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി BJPക്ക് പിറകിൽ 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രയൽ റൺ എന്ന നിലയിൽ ഈ വർഷം അവസാനത്തോടെ, അതായത് ഒക്ടോബർ, നവംബർ മാസങ്ങളിലായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാകുന്ന മേധാവിത്വമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകൾ. ഇതുവരെ തുടർന്നു വന്ന രീതികൾ വച്ച് നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി പിന്നിലായിരിക്കും എന്ന് നമുക്ക് കരുതാം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഒരു മുന്നേറ്റമെങ്കിലും ഉണ്ടാക്കി അണികൾക്ക് ആത്മവിശ്വാസം നൽകണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി വളരെ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ
വിജയിക്കാൻ എണ്ണയിട്ട യന്ത്രം പോലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കണമെന്നും പഠന റിപ്പോർട്ട് ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾക്ക് ജനങ്ങളുമായി ബന്ധമില്ലാത്തതാണ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയാകാൻ പോകുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ അടിയന്തരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. പ്രതീക്ഷിക്കുന്ന നേതാക്കൾ പൊതുജനങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തേണ്ടതുണ്ട് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവരായിരിക്കണം എന്ന നിർണായകമായ ഒരു നിർദ്ദേശവും റിപ്പോർട്ടിൽ ഏജൻസി നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ ഭാവിയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഏജൻസി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതിനാൽ ഈ റിപ്പോർട്ട് മുന്നിൽ വച്ചാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളെ കണ്ടത്. ഡൽഹിയിലെത്തിയ KPCCയുടെ പുതിയ നേതൃത്വവുമായി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഹൈക്കമാൻഡ് നടത്തിയിരുന്നു എന്നാണ് വിവരങ്ങൾ. ഇതിൽ ചില നിർണായകമായ തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമെന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്നാണ് ഹൈക്കമാൻഡ് KPCCക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ അത് വീണ്ടും ഭരണം പിടിക്കാമെന്നുള്ള കോൺഗ്രസ് പ്രതീക്ഷയെ ബാധിക്കുമെന്നും ഹൈക്കമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CPM നേതൃത്വത്തിലുള്ള LDFനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പാർട്ടിയോ മുന്നണിയോ അപ്രസക്തമാവുകയും വ്യക്തിപരമായ വോട്ടുകൾക്ക് പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും പ്രാധാന്യം ലഭിക്കുന്നത്. പഞ്ചായത്ത്, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ വ്യക്തിപരമായ വോട്ടുകളായിരിക്കും വിധി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കൾ പ്രാദേശിക തലങ്ങളിലെ സാധാരണക്കാരുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ഉറച്ചതാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. വാർഡുകളിലെ ഓരോ വീടിനെക്കുറിച്ചും സമഗ്ര വിവരങ്ങൾ അടങ്ങിയ സർവേ നടത്തി വീടു കയറി ബന്ധങ്ങൾ ദൃഢമാക്കാൻ KPCC തീരുമാനിച്ചിരുന്നു. എന്നാൽ കുടുംബ സംഗമങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. വാർഡിലെ ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ പേരും വിവരവും ഉൾപ്പെടുത്തിയ കുടുംബ രജിസ്റ്റർ തയ്യാറാക്കണമെന്നും ഈ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തേണ്ടതുണ്ടെന്നും KPCC നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു വീട്ടിൽ വാർഡ് കമ്മിറ്റി അംഗങ്ങൾ സന്ദർശിക്കണമെന്ന കർശന നിർദ്ദേശവും KPCC കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ നിർജീവമാണെന്നും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന മേഖലകളിൽ ഒന്നാണ് സോഷ്യൽ മീഡിയ. ഒരു വാർഡിൽ കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുന്ന പലർക്കും സോഷ്യൽ മീഡിയയെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നുള്ള നിർണായകമായ ഒരു വിവരവും ഈ സർവേ ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി വിവിധ സാമൂഹിക ഗ്രൂപ്പുകളുമായി കോൺഗ്രസ് പ്രവർത്തകർ ഊഷ്മള ബന്ധം സ്ഥാപിക്കണമെന്നും താഴെത്തട്ടിൽ കർശന നിർദ്ദേശമുണ്ട്. അതായത് വലിയ ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമെന്ന നിലയിൽ പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന രേഖയും പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഇടങ്ങളിൽ കുറ്റപത്രവും തയ്യാറാക്കുന്നതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ബ്ലോക്ക്, വാർഡ് തല ശില്പശാലകൾ പുരോഗമിക്കുകയാണ്. അടുത്ത മാസത്തോടെ വാർഡ് പുനർവിഭജനം പൂർത്തിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയുള്ള KPCCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിനുശേഷം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി പരാജയപ്പെട്ടേക്കും എന്ന റിപ്പോർട്ടിലെ സൂചനകൾ നേതൃത്വം തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. KPCC അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ സാമാന്യ ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നതാണെന്നും കോൺഗ്രസിനുള്ളിൽ വിമർശനമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത K. സുധാകരനെ പോലെയുള്ള ഒരു നേതാവിനെ വെറുതെ പറഞ്ഞു വിട്ടു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയെടുത്തതിലൂടെ പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമാണെന്ന സൂചനകൾ തന്നെയാണ് പുറം ലോകത്തിൽ ലഭിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുക എന്നതിനേക്കാൾ പ്രധാനം കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത തീർക്കുക എന്നുള്ളതാണ് പാർട്ടി നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും സജീവമാവുകയാണ് എന്നുള്ള വിവരവും ഹൈക്കമാൻഡിന് ലഭിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് സ്ഥാനാർത്ഥി നിർണയം മുതൽ വിജയം വരെയുള്ള ഘടകങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന ആശങ്കയും ഒരു വിഭാഗം നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം പുതിയ KPCC നേതൃത്വം എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണെങ്കിലും എത്രത്തോളം പേർ അതിനോട് സഹകരിക്കും എന്നുള്ള കാര്യം വ്യക്തമല്ല എന്നുമാണ് നിലവിലെ സൂചനകളിലൂടെ പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ, പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ച് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുന്നണിയുടെ ജയപരാജയങ്ങൾ കണക്കുകൂട്ടി മുന്നണി മാറ്റങ്ങൾക്ക് ഒരുങ്ങി നിൽക്കുന്ന നിരവധി രാഷ്ട്രീയ പാർട്ടികൾ LDFിലും UDFിലുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് UDFിൻ്റെ കെട്ടുറപ്പിനെ തന്നെയാകും. UDFിലെ ഒന്നാം കക്ഷിയായ കോൺഗ്രസും രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗും തമ്മിൽ ഇപ്പോൾ 10 സീറ്റുകൾക്ക് താഴെ മാത്രമാണ് വ്യത്യാസമുള്ളത്. കോൺഗ്രസിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കൃത്യമായ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നുള്ളതിനേക്കാൾ മുന്നണി പൂർണ്ണമായും തകരുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്.